നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. പുല്ലൂർ 4-ാം വാർഡിലെ പടിക്കപ്രായി മുഹമ്മദ് റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരിയുടെ 20 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചു പണി പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിന് നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. വാർഡ് മെമ്പർ CP വേലായുധൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ മോഹനൻ, അഡ്വക്കേറ്റ് ലായിക് ലത്തീഫ് കൊളക്കാടൻ, T കുഞ്ഞമ്മുട്ടി, ഫൈസൽ ബാബു V, ബഷീർ മങ്ങോടി, മൻസൂർ P, ഫൈസൽ KC, ബാവ പുല്ലാണി, മുബാറക് VP, അബ്ദുറഹിമാൻ OP, ബഷീർ TK, KP ഹംസ, VP സൈദലവി ഹാജി, PP യൂസഫ്, മാലിക് ഹാജി, KP ഹമീദ്, KMCC നേതാക്കളായ സാദിഖ് OP, മേനാട്ടിൽ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. തലക്കാട് പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾക്കൊള്ളുന്ന പുല്ലൂർ പ്രദേശത്ത് പടിക്കപ്രായി മുഹമ്മദ് റോഡ് വളരെ മനോഹരമായി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തിയത്. ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന് ഇവിടെ വന്നപ്പോൾ ഈ പ്രദേശത്തെ ധാരാളം ആളുകൾ, ഈ കൂടി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടത് ഒരുപാട് കാലമായി ഈ പ്രദേശത്തെ ആളുകൾ സഹകരിച്ചുകൊണ്ടുണ്ടാക്കിയ റോഡാണ്. പക്ഷേ ഈ റോഡ് ഇതുവരെ ടാർ ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ട് ആളുകൾക്ക് വളരെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് വാഗ്ദാനം നൽകിയതായിരുന്നു, തീർച്ചയായിട്ടും ഫണ്ട് ലഭിക്കുന്ന പക്ഷം, എനിക്കതിനാവശ്യമായ ഫണ്ട് ലഭിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ഇങ്ങോട്ട് ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് അനുവദിക്കാനും ഇപ്പോൾ വളരെ മനോഹരമായി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ റോഡ് ഔപചാരികമായി പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ചതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ റോഡിന് വേണ്ടി വളരെയേറെ പരിശ്രമിക്കുകയും എന്നോട് നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്ന ഒരു നല്ല വ്യക്തിത്വം ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ട നമ്മുടെ സഖാവ് പരീക്കുട്ടിയാക്ക. അദ്ദേഹത്തെ ഈ സമയത്ത് വിസ്മരിക്കാൻ കഴിയില്ല. ഒരുപാട് തവണ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ സത്യത്തിൽ അദ്ദേഹം ഉണ്ടായില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം നമുക്കുണ്ടായത് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ കൂടി ഞാൻ ഈ റോഡ് സമർപ്പിച്ചതായിട്ട് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ഇനിയും ഇതുപോലെ ധാരാളം റോഡുകൾ നമുക്ക് നന്നാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ജില്ലാ പഞ്ചായത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. 6 മീറ്റർ വീതി വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ചും കഴിഞ്ഞ 1-2 വർഷങ്ങളായി സർക്കാർ നമ്മുടെ ഫണ്ട് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള കുറേ പ്രയാസങ്ങളുണ്ട്. ഈ റോഡ് നമുക്ക് ചെറിയമുണ്ട പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന ഒരു റോഡ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ പഞ്ചായത്തും മറ്റുമൊക്കെ സഹകരിച്ച് ഇനിയും ഈ പ്രദേശത്തേക്ക് ഫണ്ട് കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ആവശ്യമായ സഹായം അതിലേക്ക് ഉണ്ടാകുമെന്ന് കൂടി സമയത്ത് സൂചിപ്പിക്കുകയാണ്. സത്യത്തിൽ ഇത്ര വേഗം ഇത് പൂർത്തീകരിക്കാനുള്ളൊരു കാരണം നമ്മുടെ പ്രദേശത്തെ നമ്മുടെ വേലായുധൻ ഉൾപ്പെടെയുള്ള മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ പ്രദേശത്തെ കാരണന്മാർ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ റോഡിന് 20 ലക്ഷം ഫണ്ട് അനുവദിച്ച നമ്മളെ ഫൈസൽ എടശ്ശേരി സാഹിബിന് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഈ റോഡിൻ്റെ വർക്ക് ഇത്രയും പെട്ടെന്ന് നടക്കാനോ നല്ല ക്ലിയറായിട്ട് നടക്കാനോ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തീരാൻ പറ്റിയതും. ഇനി ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒട്ടനവധി കാലത്തെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ 20 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് മനോഹരമായൊരു റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി പല സമയങ്ങളിലും എനിക്കും അടുത്ത വാർഡിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഞാനും നമ്മളെ വാർഡ് മെമ്പറെല്ലാം ഉൾപ്പെട്ടിട്ട് ഈ റോഡിൻ്റെ കൺസെൻറ്റിന് വേണ്ടിയിട്ടും മറ്റുള്ളതൊക്കെ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെ പല സമയത്തും നമുക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നല്ലൊരു നിമിഷമാണിത്. ഇന്നത്തെ ഈ ഒരു നിമിഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഷിയാബുദങ്ങൾ ചാരിറ്റി സെൻ്ററിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ലാഹിക് അവറുകൾ ഒരു ബൈപ്പാപ്പ് മെഷീന് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, വളരെ അപൂർവം ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു അസുഖമാണ് ശ്വാസത്തിനുണ്ടാകുന്ന തടസ്സം മൂലം സ്വന്തമായ കഴിവിൽ ശ്വസിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇതൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു മെഷീനാണ്. ഇത് വളരെ അപൂർവം ആളുകൾക്ക് വേണ്ടിയുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ആളുകൾക്ക് ലഭ്യമാകാൻ വളരെ പ്രയാസം അനുഭവിക്കുന്നതാണ്. അത്തരം അപൂർവം രോഗം ഉള്ള ആളുകൾക്ക് വേണ്ടി ഒരു വലിയ തുക ചെലവഴിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ ലാഹിക് സാഹിബ് ഈ ഒരു മെഷീൻ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ സമയത്ത് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇത്
തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ഇത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുക തന്നെ ചെയ്യും. വളരെ നല്ലൊരു കർമ്മമായി ഈ കാര്യത്തെ ഞാൻ സൂചിപ്പിക്കുന്നു. ടി കുഞ്ഞമ്മുട്ടി, ഫൈസൽ ബാബു വി, ബഷീർ മങ്ങോടി, മൻസൂർ പി, ഫൈസൽ കെ സി, ബാവ പുല്ലാണി, മുബാറക് വി പി, ദുറഹിമാൻ ഒ പി, ബഷീർ ടി കെ, കെ പി ഹംസ, വി പി സൈദലവി ഹാജി, പി പി യൂസഫ്, മാലിക് ഹാജി, കെ പി ഹമീദ്, KMCC നേതാക്കളായ സാദിഖ് ഒ പി, മേനാട്ടിൽ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. മീഡിയ ന്യൂസ് തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 0494242905. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.